നമുക്ക് കൈപിടിച്ചിരുത്താമല്ലേ? ഓക്കെ, കൈപിടിച്ചു. ബഹുമാനപ്പെട്ട വിജയിച്ചതിന് സ്വാഗതം. അച്ഛൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന വ്യക്തികളെ മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനെ നിങ്ങൾക്കറിയാം. കോട്ടയം രൂപതയുടെ വികസനങ്ങളിലായിരുന്നു അദ്ദേഹം. ഇപ്പോഴദ്ദേഹം ദീപികയുടെ MD ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. പത്രത്തിൽ നമുക്ക് എല്ലാ ദിവസവും കാണാം ലക്ഷങ്ങളുടെ ചെക്കുകൾ അദ്ദേഹം. ഇന്ന് അതിനപ്പുഴക്കാരൻ ഒരാള് ചെക്ക് കൊടുത്തിരിക്കുന്ന പടം ഇന്നത്തെ പത്രത്തിലുണ്ട്. ഇപ്പോൾ അങ്ങനെ ഇത് കുടിലച്ഛൻ ദീപികയുടെ ചീഫ് എഡിറ്ററാണ്. ഇപ്പോൾ വരുന്ന ശക്തമായ എഡിറ്റോറിയലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇവര് രണ്ട് കൊച്ചിന്മാരെ എനിക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന അച്ഛനാണ്. തിരുവല്ല രൂപതക്കാരനാണ്. ഇതിനോ പുന്നമേട്ടത്തിൽ അച്ഛന് അനേക വർഷങ്ങളായിട്ട് ദീപികയുടെ ഭാഗമാണ്. സർക്കുലേഷന്റെ ജനറൽ മാനേജറാണ്. കോതമംഗലം രൂപതയാണ്. ഇത് ഞങ്ങളുടെ കാടാത്തുളത്തിൽ അച്ഛൻ മുടിയൂർക്കരയായിരുന്നു. മാത്രമേ പരിചയമില്ലാതെ ഉള്ളതല്ലോ. ഇന്ന് ഞങ്ങളുടെ കൊച്ചിന്മാരിവിടെ ഉണ്ട്. പുറത്തോട്ട് എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് വിജയിച്ചതിന് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് ഈ ഇടവക ഇച്ചിരി വലിയ ഇടവകയാണ്. ഇമ്മിനി വലിയ എന്നാണ് ഞങ്ങൾ പറയുക. ഞങ്ങളുടെ ഒരു ഇടവക ദിനത്തിന്റെ ക്യാപ്ഷൻ അതായിരുന്നു, ഇമ്മിനി വലിയ ഇടവക. അത് എനിക്കറിയാമല്ലോ ചില പ്രയോഗങ്ങൾ. അച്ഛൻ കുറുമ്പനാടൻകാരനാണ്. കുറുമ്പനാട് അസംഷൻ പള്ളി ഇടവക്കാരനാണ്. ദീർഘകാലം ഞങ്ങൾ ഒത്തൊരുമിച്ച് ചങ്ങനാശ്ശേരി അരമനയിൽ ശുശ്രൂഷ ചെയ്തു. ഞാൻ അവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂട്ടത്തിൽ യാത്രയായി. ഇദ്ദേഹത്തെ ഞാൻ പാദം കൂടി ഇറക്കി വിട്ടു. അന്ന് മുതൽ അദ്ദേഹം നോട്ടമിടുന്നതായി. ഇവരെ അത് മാത്രം പറയാം. ഇത് നമ്മളുടെ ചെറിയ ഓഫീസ്. ചെറുതല്ല, നമ്മൾ ചില കമ്മിറ്റികളൊക്കെ കൂടുന്ന ഓഫീസ്. യോഗ കൂടുന്നത് വരെയാണ്. അച്ഛൻ്റെ റൂമിലേക്ക് വീരേന്ദ്രൻ സാറാണ്. ഇവിടെയാണ് നമ്മുടെ പേഴ്സണൽ സ്റ്റഡീസ്. കുഴപ്പമൊന്നും വിചാരിക്കണ്ട. ലൈബ്രറി ഏജൻസി ഒക്കെ ആണെന്നതെല്ലാം അവിടെ ഉണ്ട്. ഇവിടെ ബെഡ്റൂം, ഡ്രസ്സിംഗ് റൂം, കാര്യങ്ങൾ. പിന്നെ സംബന്ധമാണ് കൊടമാളൂരായെന്നല്ലേ പറഞ്ഞത്.
ഇങ്ങനെ കാണുന്നതെല്ലാം ജോസഫച്ച കാണിക്കേണ്ട പ്രധാന സ്ഥലം കാണിച്ചില്ല. ഭക്ഷണമേശ എവിടെയാണ് ഇതുവരെ പിന്നെ അത് പഠിച്ചതാ പങ്കാളി കാണാൻ പറ്റാറില്ല. സന്തോഷമായിട്ടിരിക്കുന്നില്ല. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്താൽ സർവ്വവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ നിത്യമായ അനുകമ്പയുടെ കൃപയാൽ ആത്മീയ രഹസ്യങ്ങൾ നിറവേറ്റാനുള്ള ശുശ്രൂഷയെ സമീപിക്കുവാനും നല്ല ഹൃദയത്തോടും തെളിഞ്ഞ മനസ്സാക്ഷി വസിക്കുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കാരുണ്യവനായ ദൈവമേ, എന്റെ അപേക്ഷ സ്വീകരിക്കണമേ. അപ്പോൾ എന്നെ നിന്ദിക്കുന്നവർ അപകേടിതരാകും. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്ന പോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഇതോടൊന്നാൽ ഞങ്ങൾ ധാരാളം നിന്ദനം ശ്രമിക്കുന്നു. ഗർഭിഷ്ഠാഭിക്ഷേപത്താലും അഹങ്കാരികളുടെ അവഹേളനത്താലും ഞങ്ങളാകെ തളർന്നിരിക്കുന്നു. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരോടുകൂടെ അവൻ അശ്രദ്ധപ്പെട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തിയും സമൃദ്ധിയത്തുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. ദേശീയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാൻ മറുകരയിൽ സെബൂലൂൺ നഫ്താലി പ്രദേശങ്ങൾ ജാതിയുടെ കീഴിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കേവലത്തിൽ തന്റെ മാതാപിതാക്കളെയും സഹോദരരെയും കുടുംബത്തെയും ഈ ലോകത്തെയും അതിന്റെ സുഖങ്ങളെയും പരിചരിച്ച് നിന്റെ മുഖം വഹിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നിന്റെ സമാധാനം സ്ഥാപിക്കുവാൻ നിരന്തരം യത്നിക്കുകയും ചെയ്യുന്ന നിന്റെ ഈ ദാസന്റെ ശിരസിൽ അവന്റെ തിരഞ്ഞെടുപ്പിന് കാരണമായ നിന്റെ വലിയ കൃപ ചൊരിഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നിന്റെ രാജഗണത്തെ നയിക്കുവാനായി നീ തെരഞ്ഞെടുത്ത നിന്റെ ദാസന്റെ ശിരസിന്റെ കരുണയും കൃപയും നിറഞ്ഞ അനുഗ്രഹം നീ ചൊരിയണമേ. നിന്റെ ശക്തമായ ഭൂമദൃശ്യമായ ശക്തിയും അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അതുവഴി തന്റെ വികാരങ്ങളെ അതിജീവിച്ച് തന്റെ മനസ്സിനെ നിർമ്മലമാക്കാനുള്ള വലിയ കൃപ ചൊരിയുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ ദിവ്യാന്മാർക്ക് രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നവനും തന്റെ സ്ത്രീകന്മാർക്കായി ത്രോണോസുകൾ സ്ഥാപിക്കുന്നവനും തന്റെ മോദിയാന്മാർക്കായി ക്ഷമയോടെ കിരീടങ്ങൾ ഒരുക്കുന്നവനും സകല നന്മകളുടെയും ദാതാവുമായവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ കൃപ കണ്ടെത്തുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, യുഗാന്ത്യത്തിൽ നിന്റെ മഹത്വത്തിന്റെ അടയാളം പ്രത്യക്ഷമാവുകയും നിന്റെ ആരാധകർ നിന്റെ തിരുമുഖം ദർശിക്കുവാനായി ഓടിയണയുകയും നിന്റെ ദർശനത്തിന്റെ മാധുര്യം നുകരുകയും ചെയ്യുമ്പോൾ നിന്റെ വെളിപാടിനെ സ്നേഹിച്ച സകലരോടൊപ്പം ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് അവകാശികളാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുകയും ഈ പ്രദേശത്തുള്ള ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷകനായി തിരഞ്ഞെടുക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന പുരോഹിതനു വേണ്ടി ദയാനിധിയായ ദൈവത്തിൽ നിന്ന് കരുണയാചിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത ജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന റവാദുസിയുടെ പ്രഭാകരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു.
വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസാരരും പരകിലുമായ ഞങ്ങളെ ആത്മീയാദ്രേയത്വം യോഗ്യരാക്കി അങ്ങയുടെ കൃപയും കരുണയും അനുകമ്പയും അങ്ങ് തിരഞ്ഞെടുത്ത എന്റെ മേൽ ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെയും അവിടുത്തെ മധുരകയുടെയും പുരോഹിതനും സംസ്ഥാനമാരും വിശ്വാസികളും അടങ്ങുന്ന ആരാധനാ സമൂഹത്തിന് മുമ്പാകെ പരീക്ഷണങ്ങളെ വിമോചനമെനകാനും തെറ്റുകളിൽ ആകർഷ പാലിക്കുവാനും സംഭ്രമങ്ങളിൽ സാധന സ്ഥാപിക്കുവാനും എല്ലാവരെയും ദൈവഭയത്തിലേക്ക് ആനയിക്കുവാനുമായി അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പൂർണ്ണത എന്നും അങ്ങയോടൊപ്പം ഉണ്ടാകട്ടെ. രോഗികളെ സുഖമാക്കുവാനും പിശാചുകളെ പുറത്താക്കുവാനും അധികാരം നൽകി തന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും കർത്താവിന്റെ സൈന്യന്മാർ ഐക്യപ്പെട്ടപ്പോൾ മഹത്വത്തിന്റെ രാജാവിൽ നിന്നും അവരെ അനുഗമിച്ചവരെ ശക്തി സകല നന്മകളും പൂർണ്ണമാകാൻ അങ്ങയിൽ നിറയുകയും ജീവിതകാലം മുഴുവൻ അങ്ങയോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ. അങ്ങേക്ക് വേണ്ടിയും അങ്ങയുടെ മാധ്യസ്ഥം വഴി സൗഖ്യം നേടാനായി ദൈവത്തിന് മുമ്പാകെ അണിയുന്നവർക്കായി പിതാവും പുത്രനും പ്രവാചകദശയുമായ പൈതൃക ദൈവത്തിന് മുമ്പാകെ അങ്ങ് സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാതനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുകയും അങ്ങ് പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ത്രിത്വൈക ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് അവർ അവിടെ നിന്ന് സഹായവും സൗഖ്യവും സുസ്ഥിതിയും സ്വീകരിക്കുവാനിടയാകട്ടെ. പിതാവായ ദൈവത്തിന്റെ ഗീതമനുസരിച്ചും പ്രവാചകദശയുടെ ശക്തിയാലും സകല കുറവുകളെയും പരിഹരിക്കുന്ന നമ്മുടെ കർത്താവിശ്വസിയുടെ കൃപക്കാലവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് ബഹുമാനപ്പെട്ട വിജയച്ചൻ ബലിപീഠം ചുരുക്കുകയും മാസ്ലിക കൊണ്ട് ജനങ്ങളെ ആശീർവദിക്കുകയും ചെയ്തു. നമ്മുടെ വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ സർവ്വമലബാർ സഭയുടെ പൈതൃകമൊക്കെ നിലനിൽക്കുന്ന ഒരിടമാണ്. ഇവിടെ കാലാകാലങ്ങളിലായി വളരെ പ്രഗത്ഭരായിട്ടുള്ള വൈദികരാണ് ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദീർഘകാലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് മണ്ഡലത്തിലച്ഛൻ മറ്റൊരു ഇടവകയിലേക്ക് ശുശ്രൂഷയ്ക്കായി പോവുകയാണ്. നിങ്ങളെല്ലാവരും ഇതിലൂടെ കൂടിയിരിക്കുന്നത് അച്ഛൻ്റെ സേവനങ്ങളെ നിർവഹിക്കുവാനും കുറച്ച് നന്ദി പറയുവാനും ഒപ്പം ഇന്ന് മുതൽ ഇപ്പോൾ ചാർജെടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജി പടിഞ്ഞാറൻകുറ്റച്ഛന് സ്വാഗതവും സ്നേഹവും നമ്മുടെ സഹകരണവും പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനയിക്കുകയാണ്. ബഹുമാനപ്പെട്ട കുറ്റച്ഛൻ്റെ സേവനങ്ങളെ അതിരുപതി വിലമതിക്കുന്നു. അച്ഛൻ അതിരുപത വികാര ജനറൽ, ജുഡീഷ്യൽ വികാര എന്നീ നിലകളിലൊക്കെ സുദൃഢമായ സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഇവിടെ വന്നു ഏറെ നാളുകൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭവനത്തിന്റെ ഭാഗമായി ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. കൊച്ചന്മാരൊക്കെ ചേർന്ന് നല്ല സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷ നിർവഹണത്തിന് സാധിച്ചിട്ടുണ്ട്. അതിരുപതിയുടെ പേരിൽ അഭിമന്യ മെത്രാപ്പൊലീത്തയുടെ പേരിൽ അച്ഛനോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. പുതിയ സ്ഥലത്ത് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട പടിഞ്ഞാറൻകുറ്റച്ഛൻ ഞങ്ങൾ സ്നേഹപൂർവ്വം വിജയച്ചൻ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അടുത്ത ഇടവക അംഗമാണ്, കുറുമനാട് അസോസിയേഷൻ ഇടവക. ഞങ്ങൾക്ക് ഏതാണ്ട് ഒരേ കാലയളവിൽ പഠിച്ചവരാണ്. എൻ്റെ ജൂനിയറാണ്, എങ്കിലും വളരെ സൗഹൃദം ഇടവക്കാരൻ നാട്ടുകാരെന്നുള്ള നിലയിൽ ഉള്ളവരാണ്.
വളരെ പ്രഗത്ഭനായ ഒരു വൈദികനാണ്, ഒരു യുവ വൈദികനാണ്. നിങ്ങൾ കിട്ടിയിരിക്കുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വികാരിച്ചനെയാണ്. നിങ്ങളിതെല്ലാം സന്തോഷിക്കുക. ഏറെയധികം വർഷങ്ങൾ അച്ഛൻ സെന്റ് ജോസഫ്സ് ഓർഫനേജ് പ്രസ്സിൽ സുദൃഢമായി സേവനം ചെയ്തിട്ടുണ്ട്. 10-12 വർഷത്തിലധികമായി ആ പ്രസ്ഥാനത്തെ ഇത്രയും വലുതാക്കി വളർത്തുവാൻ അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറും കഴിവും ഒക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്, നല്ലൊരു ഓർഗനൈസറാണ്, നല്ല ആത്മീയ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം വിശേഷം ഇപ്പോൾ ദീപികയുടെ പ്രൊഡക്ഷൻ വിഭാഗത്തിലെ മാനേജിംഗ് ഡയറക്ടർ, മറ്റ് വൈദിക സഹോദരി, സന്യസ്തരി സഹോദരി സഹോദരന്മാർ, ഈ ഇടവകയിലേക്ക് DG പറഞ്ഞതിനെ കുറിച്ച് കൃത്യമായ സ്വാഗതം. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനോഹരമായി ദൈവത്തിന് പ്രീതികരമായി, ദൈവജനത്തിന് പ്രീതികരമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥന. ആയുസ്സും ആരോഗ്യവും അദ്ദേഹത്തിന് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ഈ ഇടവകയെ സുധീരം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വർഷങ്ങളിൽ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ പരിചയമുണ്ട്. ഒരേ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി നെഹ്റു ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്നവർ, ഒരേ മേശയിൽ നിന്ന് ഭക്ഷിച്ചിരുന്നവർ ആണ്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത പരിചയം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ ഇവിടെ സ്വാഗതം ചെയ്യുവാൻ സാധിക്കും. അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ. എല്ലാ നന്മയും അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കും. നമ്മുടെ ആദ്യത്തെ കർമ്മങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ നമ്മൾ വരവേറ്റു. അദ്ദേഹത്തെ വികാരിയുടെ മുറിയിൽ നമ്മൾ ഇരുത്തി. ആ മുറിയുടെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വികാരിയുടെ താക്കോലും പള്ളിയുടെ കാര്യാലയത്തിൻ്റെ താക്കോലും ഏൽപ്പിച്ചു. അത് അധികാര കൈമാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ശുശ്രൂഷ കൈമാറ്റത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനിയുള്ളത് ഈ ഉള്ളവരെയോടൊന്നും പറഞ്ഞേക്കും എന്നുള്ളതാണ്. നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം പാടി നമുക്ക് ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. നമുക്ക് ദൈവത്തിന് സ്തോത്രം. എല്ലാവരും എഴുന്നേറ്റ് നിന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് നിൽക്കാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഈ സമയം പ്രിയപ്പെട്ട രാജവച്ചനോട് വളരെ വലിയ രീതിയിൽ നന്ദി പറയുന്ന ഒരു കടമ എനിക്കുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രധാന വികാരി ജനറലെന്ന നിലയിൽ അദ്ദേഹം ഇവിടെ വന്ന ഈ ശുശ്രൂഷ നമ്മുടെ പ്രധാന വികാരിമാരെ ഇൻസ്റ്റോൾ ചെയ്യുന്ന വലിയ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തി അദ്ദേഹത്തിനോടുള്ള ആദരവ് സ്നേഹവും എല്ലാം കാണിച്ചു. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശുശ്രൂഷ പദവിയിൽ എത്തുന്നതോടും അതിനുശേഷവും അദ്ദേഹം കാണിച്ച എല്ലാ സ്നേഹത്തിനും ഔദാര്യത്തിനും ഒപ്പം പരിഗണനയ്ക്കുമെല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു. രാജിവെച്ചത് വലിയ ഭാരിസൂത്രവാദത്തിന് രൂപതയിൽ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ്. തീർച്ചയായും അതിനിടയിൽ ബോഡി ഇവിടെ വന്ന് നമ്മോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് രാജിവെച്ചതിനോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഉള്ളവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ നമ്മുടെ ജോസഫ് കുണ്ടാതിലച്ഛനെ നമുക്ക് വളരെ വലിയ രീതിയിലാണ് ഈ ഇടവക സമൂഹം 6 വർഷമായി നെഞ്ചിലേറ്റിയത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ നിങ്ങളെല്ലാവരും വളരെ വലിയ വില നൽകി അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. ഈ 6 വർഷവും നമ്മുടെ ഇടവകയ്ക്ക് വളരെ വലിയ വിജയങ്ങളാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും ബോധ്യവുമാണ്. തീർച്ചയായും നീണ്ട 6 വർഷക്കാലം പൗരോഹിത്യത്തിൽ 6 വർഷം ഒരു സ്ഥലത്ത് ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട കുണ്ടാതിലച്ഛൻ ഇവിടെ ഈ പ്രദേശത്ത് നമ്മുടെ അതിരമ്പുഴ കൊറോണ പള്ളിയിൽ 6 വർഷമായുള്ള ശുശ്രൂഷ ദൈവസമക്ഷം സ്വീകാര്യമായ ഈ ദിനങ്ങൾ
അതിനെല്ലാം നമുക്ക് നന്ദി പറയാം. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് മുണ്ടകത്തിലച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഞാനിപ്പോൾ ദീപികയിൽ ജനറൽ മാനേജറായിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുവരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സെന്റർ ഓഫ് ചെറിയ സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീവനക്കാർ അധികം പേര് സാധാരണ എനിക്ക് തോന്നുന്നത് ബൈക്ക്ലെസ്സിന് സങ്കടം നമ്മുടെ ഓഫീസെല്ലാം അടച്ചിട്ട് പോയിരുന്ന ഒരു നിർമ്മിതം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എല്ലാവരെയും കണ്ടപ്പോൾ. ഞങ്ങളുടെ MDH ബൈക്ക്ലെസ്സിന് ഞങ്ങളുടെ 4 മാസം കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് ഞങ്ങളോടൊപ്പം ഇതുപോലെ അടുത്ത് കൂടിയത്. അതിനു മുമ്പ് ദീപികയിൽ ഡയറക്ടർ ബോർഡ് മെമ്പറായി വർഷങ്ങളോളം സ്തുതികരമായി അദ്ദേഹം തുടർന്ന് വരുന്നതിന് ഇടയിലാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഞങ്ങളോടൊപ്പം അടുത്ത് കൂടിയത്. ഈ അടുത്ത് കൂടൽ വളരെ വലിയ സ്നേഹത്തിന് സന്തോഷത്തിന് ഒക്കെ കാരണമായിട്ടുണ്ട്. ഇന്നിവിടെ ദീപികയിൽ നിന്ന് ബഹുമാനപ്പെട്ട ബൈക്ക്ലെസ് MDH നമ്മുടെ ചീഫ് എഡിറ്റർ ജോർജ് കുടിയരച്ചൻ, അതോടൊപ്പം തന്നെ ജിനോജ് സർക്കുലേഷന്റെ ജനറൽ മാനേജറാണ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ജനറൽ മാനേജറായിരുന്ന രഞ്ജിത്ത് അച്ഛൻ. ഇത് എല്ലാവരും അച്ഛന്മാരെന്ന നിലയ്ക്ക് പിന്നെ ഞങ്ങളുടെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഇതാണ്, ഇന്നിവരിവിടെ വന്നു, നാളെയും ഇവരുടെ ഒരു കുടുംബം പോലെ നിങ്ങൾ ഇവരെ കാണണം. അപ്പോൾ ദീപിക കുടുംബത്തെ നിങ്ങളും സ്വന്തമാക്കണം എന്നത് ഒരു അഭ്യർത്ഥനയായി മുന്നിൽ വയ്ക്കുന്നു. കാരണം നമ്മളോട് വലിയ സ്നേഹം ഈ പ്രസ്ഥാനം കാണിക്കും, ആ വലിയ സ്നേഹം നമ്മൾ തിരിച്ച് അവരോട് കാണിക്കണം. അതുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മുടെ മുണ്ടകത്തിലച്ഛനെ യാത്രയാക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നതെന്ന് അറിയാം. പിന്നെ എന്നെ ഇവിടെ ഉണ്ടാക്കാൻ കുറച്ച് കാര്യമുണ്ട്. അതിന്റെ എത്രയോ ഇരട്ടിയാണ് അച്ഛനെ യാത്രയാക്കാൻ വന്നിരിക്കുന്നത്. 3 ബസ്സിൽ കയറി വരുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി മഹാസമ്മേളനമായിരിക്കുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും 3 ബസ്സും പിന്നെ നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളും ഒക്കെയായി ഇന്ന് നമ്മൾ മുണ്ടകത്തിലച്ഛനെ യാത്രയാക്കുമ്പോൾ ഇതിൽ പരം വലിയ സന്തോഷത്തിന് എന്താണ് കാരണം? അപ്പൊ ഈ വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് അച്ഛനെ യാത്രയാക്കി കൊടുതാട്ടുകുന്ന് പള്ളിയിൽ എത്തിക്കും എങ്കിലും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളും അച്ഛൻ ഇവിടെ തന്നെ ആകണം എന്നത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് തുടർന്ന് ഇനിയും മുണ്ടകത്തിലച്ഛൻ വരണം, വന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം എന്ന് അഭ്യർത്ഥനയിൽ മുന്നിൽ വയ്ക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സാന്നിധ്യത്തിന് അങ്ങേറ്റത്തെ നന്ദി പറയുന്നു. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് ദീപിക നമ്മുടെ ഈ സമുദായത്തിന്റെയും നമ്മുടെ സഭയുടെയും വലിയ ഒരു ശബ്ദമാണ്. ആ ശബ്ദം വളരെ വലിയ രീതിയിൽ മുഴങ്ങുവാൻ നമ്മുടെ ഈ നാടിന് ഇനി കഴിയണം. ഈ നാട്ടിൽ അത് വലിയ ഒരു മുഴക്കമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ദീപിക കുടുംബത്തിൽ നിന്നുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് MDH-നോടും ചീഫ് എഡിറ്റേഴ്സിനോടും ഇവിടെ ജിനോസിനോടും എഡിറ്റേഴ്സിനോടും ഒക്കെ എല്ലാവരും എല്ലാ ജീവനക്കാരോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് രാജവച്ചന്റെ ശുശ്രൂഷയും ദൈവസന്നിധിയിൽ വളരെ വലിയ വിജയമായി തീരാൻ അദ്ദേഹത്തിന് ആരോഗ്യങ്ങൾ കർത്താവ് നൽകട്ടെ എന്ന് നമുക്കും എത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവാനുഗ്രഹങ്ങൾ സമർത്ഥമായി നിലകൊള്ളാം. ബഹുമാനപ്പെട്ട മുണ്ടകത്തിലച്ഛന്റെ സേവനങ്ങളെ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം കൊണ്ട് ഗാനം ആരംഭിക്കാം. ദൈവത്തിന് സ്തോത്രം പാടിടുവിൻ, അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ. ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 6 വർഷക്കാലം ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. അച്ഛൻ്റെ ഈ ഇടവകയുടെ ശുശ്രൂഷയിലൂടെ അങ്ങ് വർഷിച്ച എല്ലാവിധ കൃപകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാൻ ഈ അച്ഛനെ ഈ ദേവാലയത്തിലേക്ക് നിയോഗിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരു വേദിയുടെ തുടർന്ന് ശുശ്രൂഷകളായി പഠിപ്പിക്കുക, നയിക്കുക, ശുദ്ധീകരിക്കുക,
എന്നീ 3 ശുശ്രൂഷകളും വിശ്വസ്തയോടെ നിർവഹിച്ച അച്ഛനെ ഞങ്ങൾ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. ആയുസ്സും ആരോഗ്യം നൽകി പുതിയ ശുശ്രൂഷ മേഖലകളിൽ അച്ഛനെ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവയ്ക്ക് വേണ്ടി ചെയ്ത ഇടവയിലെ എല്ലാ കുടുംബങ്ങൾക്കും അച്ഛനിലൂടെ വർഷിക്കപ്പെട്ട കൃപകളെ ഞങ്ങൾ ഓർക്കുന്നു. അച്ഛനെ സമർത്ഥമായ മേഖലകളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങളുടെ മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ സൃഷ്ടി കർത്താവിലൂടെ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ബലിപീഠം ചുമച്ചതിന് ശേഷം ശ്രീബ കൊണ്ട് നമ്മെ ആശീർവദിക്കും. നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുഴപ്പമില്ല.